Next topic is Python tuple. Tuple are also collection data type which is ordered and unchangeable. That is important. The list is changeable, so ordered and changeable. But in the case of tuple, it is unchangeable, but it is ordered as in the case of list. In Python tuples are written with round brackets. In the case of list, it is square bracket. Here it is round bracket. So mainly there are two types of two differences. One is unchangeable, tuple is unchangeable, and second one is it is written within a round brackets. These are the main difference. For example, this tuple is a tuple variable is assigned to three items: apple, banana, three string items, apple, banana and cherry, and print this tuple will print apple, banana and cherry as in the case of list. List പോലെ തന്നെ ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയാൻ എന്താ ഉള്ളത്? ഒന്ന് അൺചേഞ്ചബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഓർഡേർഡ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം, ഒക്കെ ചെയ്യാം, പക്ഷേ അൺചേഞ്ചബിൾ ആണ്. അപ്പോൾ അതേപോലെ തന്നെ tuple is written within a round brackets. ലിസ്റ്റിലായിരുന്നെങ്കിലോ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായത്. നമുക്ക് എക്സാമ്പിൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഐ ഡി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ tube is a variable which is assigned to different values: ABC, CFD. It's a string variable, so it should be enclosed within double quotes or single quotes, and X, Y, Z, and bracket is, and tuple variable is values are and with bracket, and print tube ABC CFD. So this is the tuple variable, and almost all the process is very similar to the list variable, except it is unchangeable, and the tuple values are given within a round bracket. Okay. Access tuple items. We can access the tuple items by using index number, as in the same as list variable. List variable പോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് we can access any items within the tuple variable, and index should be specified within a square bracket. സ്ക്വയർ ബ്രേസസിനകത്താണ് എന്ത് കൊടുക്കേണ്ടത്? ഇൻഡെക്സ് കൊടുക്കേണ്ടത്. മറന്നു വരുത്, ഇൻഡെക്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത് ലിസ്റ്റിനെ പോലെ തന്നെ വിത്തിൻ എ സ്ക്വയർ ബ്രാക്കറ്റ്, ആൻഡ് ഇൻഡെക്സ് സ്റ്റാർട്ട് വിത്ത് 0. The first element is start with 0. Here apple is 0, banana is 1, and this is 2. അങ്ങനെയാണ് സ്പെസിഫൈ എപ്പോഴും. അപ്പം ലിസ്റ്റ് പോലെ തന്നെയാണ് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ എലമെൻറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്തിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എലമെൻറ്റിന് അല്ലെങ്കിൽ ഫസ്റ്റ് വാല്യൂവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻഡെക്സ് വാല്യൂ 0 ആയിട്ടാണ്. സെക്കൻഡ് 1ഉം ദെൻ ഓരോന്നും പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് 1 2 3 4 പറഞ്ഞിട്ടിങ്ങനെ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ ആക്സസ് ഈച്ച് വാല്യൂസ് വിതിൻ എ ട്യൂപ്പിൾ വേരിയബിൾ യൂസിങ് ഇൻഡെക്സിങ് ഓർ ഇൻഡെക്സ് വാല്യൂ. അതും കൂടെ നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാം. ഹിയർ പ്രിൻറ്റ് tup1. എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ദിസ് കമാൻഡ് വിൽ പ്രിന്റ് CFD. കാരണം എന്ന് വെച്ചാൽ ഇത് എന്താണ്? ഇതാണ് ട്യൂപ്പിൾ 0, ദിസ് ഈസ് 0, ഇത് 1 ആൻഡ് 2. അപ്പം tup1 എന്ന് പറഞ്ഞാൽ ഏത് പ്രിന്റ് ചെയ്യണം? തീർച്ചയായിട്ടും CFD പ്രിന്റ് ചെയ്യണം. നോക്കാം നമുക്ക്. ഓക്കെ, tup0 മനസ്സിലായില്ലേ?
അതുപോലെ തന്നെ നമുക്ക് റേഞ്ച് സ്പെസിഫൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് സ്പെസിഫൈ ചെയ്യാം. എന്താണ് നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറയുന്ന സാധനം സ്പെസിഫൈ ചെയ്യാം, ഒക്കെ ചെയ്യാം. സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് ലിസ്റ്റ്. -1 എന്ന് പറയാലോ, -1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലാസ്റ്റ് വൺ ആയിരിക്കും. ലാസ്റ്റ് വൺ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുക, നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാം. ഉണ്ടല്ലേ, XYZ. അതേപോലെ തന്നെ നമുക്ക് റേഞ്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ട്യൂപ്പിൾ TUP ഇൻഡിജർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് INT എന്ന് കൊടുത്തതാണ്. TUP ഈക്വൽ ടു 20, 30, 40, 50, 60, 70, 70 and 80. From print tube int of 5 എന്ന് പറഞ്ഞാൽ ഏതാ പ്രിൻ്റ് ചെയ്യുക? 5 എന്ന് പറഞ്ഞാൽ ഇത് 0, 1, 2, 3, 4, 5 17 പ്രിൻ്റ് ചെയ്യണം അല്ലേ? 17 പ്രിൻ്റ് ചെയ്യും. ഇനി -1 കൊടുക്കണമെങ്കിലോ, -1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ പ്രിൻ്റ് ചെയ്യും, 18 പ്രിൻ്റ് ചെയ്യും അല്ലേ? ഇനി റേഞ്ച് സ്പെസിഫൈ ആണെന്നുണ്ടെങ്കിലോ, (1 to 4). ഇതിൻ്റെ മീനിങ് വെച്ച് കഴിഞ്ഞാൽ 1ൽ സ്റ്റാർട്ട് ചെയ്യും, എലമെൻറ്റ് 1ൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ വാല്യൂ 1ൽ സ്റ്റാർട്ട് ചെയ്യും, ഇൻഡെക്സ് വാല്യൂ 1ൽ സ്റ്റാർട്ട് ചെയ്യും, ആൻഡ് 2, 3 up to 4 നോട്ട് ഇൻക്ലൂഡഡ് ദ ഇൻഡെക്സ് നമ്പർ 4. അപ്പം ഇൻഡെക്സ് നമ്പർ എങ്ങനെയാണ് വരുന്നത് നോക്കി നിങ്ങൾ. ദിസ് ഈസ് 0, 1, 2, 3, 4, this is 5 and 6 അല്ലേ? 6 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണുള്ളത്. 1 to 4 എന്ന് പറയുകയാണെങ്കിൽ 1ൽ സ്റ്റാർട്ട് ചെയ്യും, 30 സ്റ്റാർട്ട് ചെയ്യും, 2 സ്റ്റാർട്ട് ഉണ്ടാകും, 3 ഉണ്ടാകും, ബട്ട് 4 വരെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് ബട്ട് നോട്ട് ഇൻക്ലൂഡഡ് ദി 4th ഇൻഡെക്സ് വാല്യൂ. നോക്കി നോക്കൂ. അപ്പോൾ 30, 40, 50 വരണം. 30, 40, 50. ഓക്കെ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് എലമെൻറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഏതായിരിക്കും വരിക, ആദ്യം മുതലായിരിക്കും വരിക. ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം മുതൽ വരും. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 0 മുതൽ ഇതുവരെ വരും, 3rd വരെ വരും. അപ്പോൾ നമുക്ക് 20 കൂടെ ഇൻക്ലൂഡ് ചെയ്യും, ഇതിനകത്ത് 20 വരെ വരും. അതേപോലെ തന്നെ ലാസ്റ്റ് എലമെൻറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലോ 1 മുതൽ ലാസ്റ്റ് വരെ എന്ത് ചെയ്യും, വരും. നേരത്തെ പോലെ തന്നെ 80 വരെ വരും. ഇനി നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ സാധനവും പോസിബിളാണ്. ഇത് -4 to -2, -4 to 3, -4 to -2 എന്ന് പറയുകയാണെങ്കിലോ ഇത് എത്രയാണ്, ഇത് -1, -2, -3, -4. അപ്പം 3 മുതൽ -2 വരെ നോട്ട് ഇൻക്ലൂഡഡ് -2. അപ്പം ഇത് -4, -3. അപ്പോൾ 50, 60 വരും. എന്ത് വരാൻ പാടില്ല, 70 വരാൻ പാടില്ല. 50, 60 എന്ത് വരില്ല, വരൊന്നും വരില്ല. മനസ്സിലായല്ലേ? ഇത് ഏതുപോലെ തന്നെയാണ്, ലിസ്റ്റ് പോലെ തന്നെയാണ്. ഇപ്പോൾ ട്യൂപ്പിൾ ക്യാൻ ആക്സസ് യൂസിങ് ഇറ്റ്സ് ഇൻഡെക്സ് വാല്യൂ. ഇത് ഓർഡേർഡ് ആണ്, ഓർഡർലെസ് അല്ല, ഓർഡേർഡ് ആണ്. നെഗറ്റീവ് ഇൻഡെക്സിങ് പോസിബിളാണ്, നമ്മളതാ പറഞ്ഞത്. പ്രിൻറ്റ് ട്യൂപ്പിൾ -1 എന്ന് പറഞ്ഞ സാധനം നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായതല്ലേ, ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായതല്ലേ, ഇത് പോസിബിളാണ്. -1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലത്തെ വാല്യൂ ആയിരിക്കും, -2 നെക്സ്റ്റ് ആയിരിക്കും, -3 അങ്ങനെ വരും. ഇനി അതുപോലെ തന്നെ റേഞ്ച് ഓഫ് ഇൻഡെക്സ് പോസിബിളാണ്. 2 to 5 എന്ന് പറഞ്ഞാൽ 2 മുതൽ 5th one വരെ നോട്ട് ഇൻക്ലൂഡഡ് 5th ഇൻഡെക്സ്, അങ്ങനെയാണ് നമ്മൾ വരുന്നത്. ആൻഡ് റേഞ്ച് ഓഫ് നെഗറ്റീവ് ഇൻഡെക്സിങ് പോസിബിളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, -4 to 1 എന്ന് പറഞ്ഞാൽ
-4 എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? -1 -2 -1 -1 -2 -3 ആൻഡ് -4. അപ്പോൾ -4 മുതലായിരിക്കും എന്ത് ചെയ്യുക? ഇപ്പോൾ ഓറഞ്ച് ഉണ്ടാകും, പിന്നെ എവിടെ വരെ? -1 വരെ. -1 ഇൻക്ലൂഡ് ചെയ്യുമോ? -1 ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഇത് മൂന്നായിരിക്കും എന്ത് ചെയ്യുക? പ്രിൻ്റ് ചെയ്യുക. ഓറഞ്ച്, കിവി ആൻഡ് മെലൺ, ഈ 3 സംഭവങ്ങൾ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നെഗറ്റീവ് ഇൻഡെക്സിങ്ങും അതിനകത്ത് റേഞ്ചും എന്താണ്? പോസിബിളാണ്. ഓക്കെ, നെക്സ്റ്റ് ചേഞ്ച് ട്യൂപ്പിൾ വാല്യൂസ്. നമ്മൾ നേരത്തെ പഠിച്ചു ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ചേഞ്ച് ദി ട്യൂപ്പിൾ വാല്യൂ. ഇപ്പോൾ അൺചേഞ്ചബിൾ ആണെന്ന് വിളിച്ചു. ട്യൂപ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് ചേഞ്ച് ട്യൂപ്പിൾ വാല്യൂസ്. ഏതുപോലെ? നേരത്തെ ചെയ്ത പോലെ. അതായത് നേരത്തെ എങ്ങനെ ലിസ്റ്റിനകത്ത് ചെയ്തത്? ഇപ്പോൾ y ഈസിക്കൽ ടു, ഇപ്പോൾ എക്സ് ഓഫ്, ഇപ്പോൾ ഇവിടെ കണ്ടിട്ടില്ല, എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സ് ഈസിക്കൽ ടു ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഏത് പോസിബിളായിരുന്നു? ലിസ്റ്റിനകത്ത് ഏത് പോസിബിളായിരുന്നു? ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് സപ്പോസ് ഇത് ലിസ്റ്റാണെന്നിരിക്കാം. LST ഈക്വൽ ടു ഓറഞ്ച്, ആപ്പിൾ, മാംഗോ. നമ്മളിങ്ങനെ ലിസ്റ്റ് കൊടുത്തു. ഇത് ലിസ്റ്റാണല്ലേ. അപ്പം ലിസ്റ്റ് ഓഫ് 1 ഈക്വൽ ടു എന്ത് കൊടുക്കാം? എനിക്ക് ആപ്പിൾ മാറ്റിയിട്ട് ബനാന എടുക്കാം. LST ആണ് കേട്ടോ, സോറി. വേരിയബിൾ മാറിപ്പോയതാണ്. ലിസ്റ്റ് എന്നില്ല, LST എന്നല്ല. ഇത് പോസിബിളാണ്. ഇനി പ്രിൻ്റ് കൊടുക്കുകയാണെങ്കിലോ? പ്രിൻ്റ് ഓഫ് LST ഓറഞ്ച്, ബനാന, മാംഗോ എന്ന് പറഞ്ഞിട്ട് വരും. ഒരിക്കലും എന്ത് വരില്ല? ആപ്പിൾ എന്ത് ചെയ്യാൻ പറ്റി? മോഡിഫൈ ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ലിസ്റ്റ് മാറ്റിയിട്ട് ഞാനിതിപ്പം ട്യൂപ്പിളാക്കാനായിരിക്കും. ട്യൂപ്പിളാക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരിക? LST എന്നുള്ള ട്യൂപ്പിൾ തന്നെ ആയിക്കോട്ടെ. ഇത് റെക്ടാങ്കിൾ എന്ത് വരും? ഇത് വരും. നമുക്ക് വേരിയബിൾ വേണമെങ്കിൽ മാറ്റിക്കളയാം. TUP എന്നാക്കാം. TUP. ഇപ്പോൾ ഓറഞ്ച് ലിസ്റ്റിന് ആയില്ലേ. ഇനി ട്യൂപ്പ് ഓഫ് 1 ഈക്വൽ ടു എന്ത് കൊടുക്കുക? നമുക്ക് നേരത്തെ കൊടുത്തിരിക്കുന്നത് ബനാന കൊടുത്ത് നോക്കിയത്. അപ്പോൾ എന്ത് വരും? എറർ വരും. ട്യൂപ്പിൾ ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ് ഓപ്പറേഷൻ പോസിബിൾ അല്ല. എൻ്റെ കാരണം എന്താ? the items within a tuple variable is not supposed to change. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി നോക്കൂ. ടു കൺവേർട്ട് എ ട്യൂപ്പിൾ ഇൻ ടു ലിസ്റ്റ് ടു ബി ഏബിൾ ടു ചേഞ്ച് ഇറ്റ്. നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു കൺവേർട്ട് ദി ട്യൂപ്പിൾ വേരിയബിൾ ഇൻ ടു എ ലിസ്റ്റ് ഐറ്റം ആൻഡ് ദെൻ മോഡിഫൈ ദി ലിസ്റ്റ് വേരിയബിൾ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് അഗെയിൻ അസൈൻ ടു ട്യൂപ്പിൾ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ആദ്യം ഒരു എന്ത് ചെയ്യാം? ഒരു വേരിയബിളിനെ, അതായത് ലിസ്റ്റ് വേരിയബിളിനെ നമ്മൾ എന്താക്കിയിട്ട് ട്യൂപ്പിൾ വേരിയബിളിനെ നമ്മൾ എന്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു? ലിസ്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ആ ലിസ്റ്റിനകത്ത് എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു. മോഡിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അഗെയിൻ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ട്യൂപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ട്യൂപ്പിളിൻ്റെ വേരിയബിൾ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. Otherwise we cannot change the values within a tuple variable directly. That means it is not possible to change the tuple values directly. Once tuple is created, you cannot change its value. Tuples are unchangeable or immutable, as it is also called immutable. But there is a key background work
you can convert tuple into list, change the list and convert again into tuple. അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എക്സിനകത്ത് ആദ്യം ട്യൂപ്പിളായിരുന്നു, അത് y is equal to list of x എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്തു, എൻ്റെ y(f1) എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്തു, ദെൻ x is equal to tuple y എന്നിട്ട് ചേഞ്ച് ചെയ്തു നോക്കാം. നമുക്കതിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇവിടെ ഇപ്പം പോസിബിൾ അല്ലല്ലോ, ഇത് കാണുന്നില്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഐഡിയൽ ചേഞ്ച് ചെയ്ത് വെക്കാം. ഇനി tup equal to apple so print tuple അടിച്ച് എന്ത് വരും, ഇത്രയും പ്രിൻ്റ് ചെയ്ത് വരും അല്ലേ. ഇപ്പോൾ ട്യൂപ്പിൾ വേരിയബിൾ ഉണ്ടല്ലേ, ഇത്രയാണ് നമ്മൾ ട്യൂപ്പിൾ വേരിയബിൾ, 4 വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷൻ പോസിബിൾ അല്ല. നമ്മൾ നേരത്തെ കണ്ടു ട്യൂപ്പിൾ cannot be changed directly. So നമ്മൾ എന്താ ചെയ്യുക, ഈ ട്യൂപ്പിളിനെ നമ്മൾ വേറൊരു ലിസ്റ്റായിട്ട് അസൈൻ ചെയ്യും. x is equal to list of tup. So now x is a list variable and its values are apple, banana, orange and grape. ഇനി പ്രിൻ്റ് ചെയ്ത് നോക്കിയത്, പ്രിൻ്റ് അഗൈൻ 2 പഠിച്ചു നോക്കേണ്ട കാര്യമില്ലല്ലോ, അതിനല്ലേ വരുള്ളൂ, അതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ x(1) അല്ലെങ്കിൽ x(2), ബനാന എന്നുള്ളത് അല്ലെങ്കിൽ ഓറഞ്ച് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, ഓറഞ്ച് എന്നുള്ളത് ഞാൻ ചേഞ്ച് ചെയ്യുന്നു, XYZ എന്നിട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് XYZ. അപ്പം XYZ എന്ന് പറഞ്ഞാൽ ലിസ്റ്റാണ്, അതിനകത്ത് ചേഞ്ച് ചെയ്തത്. എന്നിട്ട് ഈ ലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു ട്യൂപ്പിൾ, ട്യൂപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യുക. എന്താണ് y ഈക്വൽ ടു എന്ത് ചെയ്യുന്നു, ട്യൂപ്പിൾ ഓഫ് എക്സ് തുറക്കും. ഇനി പ്രിൻറ്റ് y എന്ന് പറയുകയാണെങ്കിലോ മോഡിഫൈ ചെയ്ത ട്യൂപ്പിൾ വേണം ഉണ്ടല്ലേ, ആപ്പിൾ, ബനാന, XYZ ആൻഡ് ഗ്രേപ്പ്. അപ്പോൾ ട്യൂപ്പിളിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ മെത്തേഡ് ടു ചേഞ്ച് ദ വാല്യൂസ് ഇൻഡയറക്ട്ലി ഇൻ എ ട്യൂപ്പിൾ വേരിയബിൾ. ഇതാണ് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ലൂപ്പ് ത്രൂ എ ട്യൂപ്പിൾ, ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു ലൂപ്പ് വേരിയബിൾ, ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലൂപ്പിനകത്തുള്ള ഓരോ വേരിയബിളിനെയും പ്രിൻ്റ് ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ പോസിബിളാണ്. ഫോർ എക്സ് ഇൻ ട്യൂപ്പിൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ട്യൂപ്പ് എക്സാമ്പിൾ, ഈ എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇൻറ്റ് ഈക്വൽ ടു 10, 20, 30, 40, 50, 60 ഇങ്ങനെ കൊടുത്തു. പ്രിൻ്റ് എടുത്ത് നോക്കിയാലോ, പ്രിൻ്റ് tup to print പ്രിൻ്റ് ചെയ്ത് തരും അല്ലേ. ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് ആണെങ്കിൽ ഫോർ എക്സ് in to print
അതല്ലേ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സ് ഇൻ ട്യൂപ്പിൾ ദെൻ പ്രിൻറ്റ് അങ്ങനെ കൊടുക്കാം. സോറി, ഇതല്ല, കോളനാണ്. പ്രിൻറ്റ് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും? ആ ഓരോ വാല്യൂം പ്രിൻ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കാം. എക്സ് പ്ലസ് 3 എന്ന് കണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 5 കൊടുക്കാം നമുക്ക്. ഓക്കെ ഓക്കെ, ഓരോന്നിൻ്റെ കൂടെ 10 ആഡ് ചെയ്തിട്ട് വരും. ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം ഇങ്ങനെ. മനസ്സിലായോ? അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഇത് അവൈലബിൾ ആണോ നോക്കാൻ പറ്റും. ട്യൂപ്പിൾ എന്ന് പറഞ്ഞ സാധനം, അപ്പം ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ലേ, ട്യൂപ്പ് എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. ഇതിനകത്ത് ഇഫ് ട്യൂപ്പ് ഈസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം അതെങ്ങനെയാണുള്ളത്. ചെക്ക് ഇഫ് ഐറ്റം ഇസ് എക്സിസ്റ്റ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇഫ് ആപ്പിൾ പ്രസൻറ്റ് ഇൻ ദ ട്യൂപ്പിൾ ഇങ്ങനെ കൊടുത്തു. ഇഫ് ആപ്പിൾ ഇൻ ട്യൂപ്പിൾ ഇങ്ങനെ കൊടുക്കാം. പ്രിൻ്റ് യെസ് ആപ്പിൾ ഈസ് പ്രസൻറ്റ് ഇൻ ദി ഇങ്ങനെ കൊടുക്കാം നമുക്ക്. ഇവിടെ നമ്മളിപ്പം ട്യൂപ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തില്ലേ, പ്രിൻ്റ് ട്യൂപ്പിൾ കൊടുക്കാം. ആപ്പിൾ, ബനാന, ഓറഞ്ച്. നമ്മൾക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഈഫ് ബനാന ഇൻ ട്യൂബ്. ട്യൂബിനകത്ത് ബനാന ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രിൻറ്റ് is present in the tuple variable. Banana is present in the tuple variable. And the reason എന്താ? ബനാന അതിനകത്തുണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിലോ, ഈ ബനാന എന്നുള്ള മാറ്റിയിട്ട് എക്സ് വൈ സെറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലോ, അതൊന്നും പ്രിൻ്റ് ചെയ്ത് വരില്ല. കണ്ടോ? കാരണം അത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് വരിക. അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ ട്യൂപ്പിൾ വേരിയബിളിനകത്ത് എക്സ് വൈ സെറ്റ് പ്രസൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് പ്രിൻ്റ് ചെയ്ത് വരില്ല. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. നെക്സ്റ്റ് ട്യൂപ്പിൾ ലെങ്ത് ഓഫ് എ ട്യൂപ്പിൾ. ഇതൊക്കെ നേരത്തെ നമ്മൾ നോക്കിയതാണ്. ഡിറ്റർമിൻ ഹൗ മെനി ഐറ്റംസ് എ ട്യൂപ്പിൾ ഹാസ്. എത്ര ഐറ്റം ഉണ്ട് ഒരു ട്യൂപ്പിളിന്. യൂസ് LEN എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. പ്രിൻറ്റ് LEN ഓഫ് ദിസ് ട്യൂപ്പിൾ. ഇവിടെ കണ്ടില്ല, ട്യൂപ്പിളിനകത്ത് 3 വേരിയബിൾ ഉണ്ട്. സോ ഇറ്റ് വിൽ പ്രിൻറ്റ് 3 എന്ന് പറഞ്ഞ സാധനം പ്രിൻറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ട്യൂപ്പിളിൻ്റെ ലെങ്ത് എത്ര, ഹൗ മെനി ഐറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ എ tuple variable. That means to determine how many items a tuple has, use LEN method. LEN എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് മെത്തേഡ് യൂസ് ചെയ്യുക? പ്രിൻറ്റ് ഓർ പ്രോസസ്സ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. LEN ഓഫ് ദിസ് ട്യൂപ്പിൾ, ട്യൂപ്പിളിൻ്റെ വേരിയബിൾ ബ്രാക്കറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ LEN എന്ന് പറഞ്ഞ സാധനം എന്ത് റിട്ടേൺ ചെയ്യും? നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ എ ട്യൂപ്പിൾ വേരിയബിൾ, അത് റിട്ടേൺ ചെയ്യും. ഓക്കെ. Next, add items. This tuple is equal to apple, banana, cherry. Tuple 3 equal to orange. This will raise an error. കാരണം എന്താ, നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, യു കനോട്ട് ആഡ് ഐറ്റം ഇൻ ടു എ ട്യൂപ്പിൾ വേരിയബിൾ. ആഡ് ഐറ്റംസ് നമുക്ക് പോസിബിൾ അല്ല. ക്രിയേറ്റ് ട്യൂപ്പിൾ വിത്ത് 1 item. പിന്നെ വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്യൂപ്പിളിനകത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം ദിസ് ട്യൂപ്പിൾ ഈക്വൽ ടു ആപ്പിൾ ഇൻറ്റു കോമ ഇട്ട് കൊടുത്തു. 1 item ട്യൂപ്പിൾ, റിമെമ്പർ ദി കോമ. പ്രിൻറ്റ് ടൈപ്പ് ദിസ് ട്യൂപ്പിൾ.
ദിസ് ട്യൂപ്പിൾ ഈസ് ഈക്വൽ ടു ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ട്യൂപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് എന്താണെന്നാണ് പറയാം. ഒരു കോമറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, അത് ട്യൂപ്പിളായിട്ട് കൺസിഡർ ചെയ്യില്ല. ടു ക്രിയേറ്റ് എ ട്യൂപ്പിൾ വിത്ത് ഓൺലി വൺ ഐറ്റം യു ഹാവ് ടു ആഡ് എ കോമ ആഫ്റ്റർ ദി ഐറ്റം, അതർവൈസ് പൈത്തൺ വിൽ നോട്ട് റെക്കഗ്നൈസ് ഇറ്റ് എ ട്യൂപ്പിൾ. ഇതെന്തായിട്ട് കൺസിഡർ ചെയ്ത് കളയും, സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല, ട്യൂപ്പിളായിട്ട് കൺസിഡർ ചെയ്യില്ല. എനിവേ അപ്പം എന്ത് യൂസ് ചെയ്യണം, നമ്മൾ ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യണം, കോമയിട്ട് സ്പെസിഫൈ ചെയ്യണം. ട്യൂപ്പിളിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. Remove items. You cannot remove items in a tuple. Tuples are unchangeable, so you cannot remove items from it, but you can delete the tuple completely. നമുക്കൊരു ട്യൂപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. We cannot modify the values within a tuple variable. അപ്പോൾ ആപ്പിൾ, ബനാന, ചെറി എന്ന് പറയുന്ന ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ട്യൂപ്പിൾ മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ ഒരു വാല്യൂസ് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. Join two tuples. Join two or more tuples. You can use plus operator. Tuple is equal to ABC to 1 2 3. Tuple 3 is equal to tuple 1 plus. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. Tuple 1 equal to A, comma B, C, D. Tuple 2 is equal to 1, 2, 3, 5. Tuple 3 equal to tuple 1 plus tuple 2. Print tuple 3 will give this result A, B, C, D and 1, 2, 3, 4, 5. ഇപ്പോൾ ഏത് ഓർഡറിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുക, ഇത് പ്രിൻ്റ് ചെയ്ത് വരിക, അല്ലെങ്കിൽ അസൈൻ ചെയ്ത് വരിക. 2 + 1 എന്ന് പറയുകയാണെങ്കിലോ 2 ആദ്യമായിരിക്കും പ്രിൻ്റ് ചെയ്യുക, and it will print 1 in. One, 2, 3, 4, 5 ABCD ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരും. Anyway, we can combine two tuple variable into a single using plus sign. ട്യൂപ്പിൾ കൺസ്ട്രക്ടർ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ട്യൂപ്പിൾ പറഞ്ഞിട്ട് ഇതേപോലെ ലിസ്റ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ ട്യൂപ്പിൾ ഡബിൾ ബ്രാക്കറ്റ് ദെൻ ആപ്പിൾ ബനാന എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യണം. കൺസ്ട്രക്ടർ തന്നെ നമ്മൾ ഒരു ക്ലാസ്സിനകത്ത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ. ട്യൂപ്പിൾ മെത്തേഡ്സ് എന്തൊക്കെയുള്ളത്? ട്യൂപ്പിളിനകത്ത് നമുക്ക് കൗണ്ട് എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ദി നമ്പർ ഓഫ് ഐറ്റംസ് സ്പെസിഫൈഡ് വാല്യൂസ് ഓക്കേഴ്സ് ഇൻ എ ട്യൂപ്പിൾ. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സും കൂടെ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പം ആപ്പിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിന് കറസ്പോണ്ടിങ് ഇൻഡെക്സ് എന്താണെന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് കൗണ്ട് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഓൾമോസ്റ്റ് സിമിലർ ടു ലിസ്റ്റ് except tuples are unchangeable and the list of items are specified within a round bracket. ഒരു റൗണ്ട് ബ്രാക്കറ്റിനകത്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത് എങ്കിൽ മറ്റതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും. അപ്പോൾ ഇസ് ദ ഓൺലി ഡിഫറൻസ്. പിന്നെ കുറച്ച് മെത്തേഡ്സിനകത്തും ഡിഫറൻസ് ഉണ്ട്, അത് മാത്രമേ ഇതിനകത്ത് ഒരു ഡിഫറൻസ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ.